പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ 3 മണിക്ക് ഉണരാറുണ്ട് എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ദൈവത്തിന് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട്. ബൈബിൾ എടുത്തു നോക്കിയാൽ വളരെ പ്രാധാന്യം 3 എന്ന സംഖ്യയ്ക്കുണ്ട്. യേശുവിനെ കാണാതെ 3-ാം ദിവസമാണ് കണ്ടെത്തുന്നത്. 3-ാം ദിവസം ഗലീലയിലെ കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു. 3 ദിവസം മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ യോന പ്രവാചകനെ 3-ാം ദിവസം മത്സ്യം കരയിലോട്ട് തുപ്പിയിടുകയാണ്. 3 എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ബൈബിളിൽ. ആയതിനാൽ തന്നെ 3 യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് യാമങ്ങൾ? 4 തരം യാമങ്ങളാണുള്ളത്. 1-ാം യാമം വൈകിട്ട് 6 മുതൽ 9 വരെ, 9 മുതൽ 12 വരെ 2-ാം യാമം, 12 മുതൽ 3 വരെ 3-ാം യാമം, 3 മുതൽ 6 വരെ 4-ാം യാമം. ഇതിൽ 12 മുതൽ 3 വരെയുള്ള 3-ാം യാമം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു സമയത്താണ് സാത്താനിക ശക്തികൾ ശക്തി പ്രാപിക്കുന്നത്. അവരുടെ പ്രാർത്ഥനകൾ ഉയരുന്ന സമയമാണ് ഈ 3-ാം യാമം. ദൈവം നമുക്ക് വേണ്ടി പോരാടുന്ന സമയം. ഈ സമയം നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളെ ഉണർത്തിയതാണ്. ഈ ഒരു സമയം നിങ്ങൾ വില കൊടുത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭൗതികപരമായ കാര്യങ്ങൾ നിയോഗങ്ങളാവാം. ചിലപ്പോൾ ചിലർക്ക് ദൈവം ദർശനങ്ങൾ കാണിച്ചു കൊടുക്കും. എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ദർശനം? ആ ദർശനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആയതിനാൽ ഈ യാമങ്ങളിലെ പ്രാർത്ഥനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കാണാൻ പറ്റും ബൈബിളിൽ യാമങ്ങളെക്കുറിച്ച് പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 27-ാം വാക്യം: അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് സ്ഥലത്തേക്ക് ചെന്നു. ഉൽപ്പത്തി 43:16: ഇവർ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ കൂടെയായിരിക്കും ഭക്ഷണം കഴിക്കുക. ഇവിടെയെല്ലാം ഓരോ യാമങ്ങളെക്കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. 4-ാം യാമത്തിലാണ് കർത്താവ് കടലിന് മീതെ നടക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 25-ാം വാക്യം: രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. യാമങ്ങളെക്കുറിച്ച് ബൈബിളിൽ വളരെ പ്രധാനമായിട്ടാണ് പറയുന്നത്. കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്. ഏശയ്യായുടെ പുസ്തകം 51-ാം അധ്യായം 9-ാം വാക്യം: കർത്താവിൻ്റെ ഭുജമേ ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. നമ്മൾ ഉണർന്ന് ശക്തി ധരിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച് രക്തം വീഴ്ത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ തിരിച്ചു വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നുണ്ട്, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഈശോ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു ടോക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ് യാമപ്രാർത്ഥന, ഈ യാമങ്ങളിലെ പ്രാർത്ഥന എത്ര വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. ആയതിനാൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ 3 മണി എന്ന സമയം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് പറയുന്നുണ്ട്, ഉണർന്ന് ശക്തി ധരിക്കുവിൻ. ശക്തി ധരിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ മാത്രമേ ശക്തി കിട്ടുള്ളൂ. അതുകൊണ്ട് ഓരോ യാമങ്ങളിലെയും പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ സീറോ മലബാർ സഭ യാമപ്രാർത്ഥനകൾ, ഓരോ യാമങ്ങളെയും പ്രാർത്ഥനകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ആ സമയത്ത് അതിലെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നിറയും. കർത്താവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. അപ്പോൾ സാത്താനികപരമായ എല്ലാ ശക്തികൾ തകർന്നു വീഴും. അതുകൊണ്ട് എൻ്റെ മക്കൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.